വോട്ട് ചോരി ആരോപണത്തിന് ദിശ മാറ്റുകയാണ് കോൺഗ്രസ്. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് നീക്കം. വോട്ട് മോഷണത്തിനെതിരായ പോരാട്ടത്തിന് കോൺഗ്രസ് ബീഹാറിൽ നിന്ന് ഞായറാഴ്ച തുടക്കമിടും. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരായ പോരിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നാണ് നിലപാട്. അടുത്തതായി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക സമ്പൂർണ്ണമായി പരിശോധിക്കാൻ ദൗത്യ സംഘത്തെ നിയോഗിക്കും. ഒരു തെളിവുമില്ലാതെയാണ് കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് BJPയുടെ പ്രതിരോധം. അതേസമയം കേരളത്തിൽ ഇരട്ട വോട്ടിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ ഇരട്ട തിരിച്ചറിയൽ കാർഡ് വിവാദവും BJPയെ ഉലയ്ക്കുകയാണ്. ആദ്യം RDX റാം. കേന്ദ്ര സർക്കാരിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിരോധത്തിലാക്കിയ വോട്ട് ചോരി ആരോപണത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. റാലികളും വോട്ടറധികാർ യാത്രയും ഒപ്പുശേഖരണവുമായി കോൺഗ്രസ് നേതൃത്വം പുതിയ പോർമുഖം തുറക്കുന്നു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാൻ തുറന്ന യുദ്ധം തുടങ്ങുന്നു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ഞായറാഴ്ച ബീഹാറിൽ ആരംഭിക്കുന്ന വോട്ടറധികാർ യാത്രയിൽ യുവാക്കളും തൊഴിലാളികളും കർഷകരും അണിചേരണമെന്ന് രാഹുൽ അഭ്യർത്ഥിച്ചു. വയനാട്ടിലെയും റായ്ബറേലിയിലെയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ BJP ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലെ വോട്ടർ പട്ടിക കോൺഗ്രസ് പരിശോധിക്കും. ഇതിനായി ദൗത്യ സംഘത്തെ നിയോഗിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടുകളെക്കുറിച്ച് സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് CPI ആവശ്യപ്പെട്ടു. അതേസമയം വയനാട് മണ്ഡലത്തിൽ വോട്ട് കൊള്ള നടന്നെന്ന BJPയുടെ വാദം പൊളിഞ്ഞു. കൽപ്പറ്റയിലെ മറിയവും വള്ളിയമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണെന്ന് ന്യൂസ് മലയാളത്തിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ചൗണ്ടേരി എന്ന വിലാസത്തിൽ 2 മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ പേര് ചേർത്തെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണങ്ങളിലൊന്ന്. RDX റാപ്പ്, ന്യൂസ് മലയാളം. വോട്ട് ചോരി വിവാദത്തിൽ കോൺഗ്രസ് പോർമുഖം തുറക്കുകയാണ്. വോട്ട് ചോരി ആരോപണത്തിൽ പ്രത്യക്ഷ സമരത്തിന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 7 വരെ തലസ്ഥാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് റാലികൾ ഉണ്ടാകും. പ്രതിഷേധം വോട്ട് കള്ളന്മാർ അധികാരം ഉപേക്ഷിക്കണമെന്ന മുദ്രാവാക്യവുമായിട്ടാണ്. സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ രാജ്യവ്യാപകമായി ഒപ്പുശേഖരണവും നടത്തും. ഞായറാഴ്ച മുതൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ട് അധികാർ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര കടന്നുപോകുക 23 ജില്ലകളിലെ 50 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ്. സസാറാമിൽ നിന്ന് ആരംഭിക്കുന്ന റാലി സെപ്റ്റംബർ 1 പട്നയിൽ സമാപിക്കും. തേജസ്വി യാദവ് അടക്കമുള്ളവർ മഹാഗഡ്ബന്ധൻ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക പരിശോധിക്കാനും കോൺഗ്രസ് നീക്കം നടത്തുകയാണ്. മുഴുവൻ ബൂത്തുകളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാനാണ് ദൗത്യ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടുകൾ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തൃശൂർ BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് അഡ്രസ്സിൽ 10 വോട്ടുകൾ ചേർത്തു എന്ന ആരോപണമുണ്ട്. വീട്ടുനമ്പർ പോലും കൊടുക്കാതെയാണ് വോട്ട് ചേർത്തത് എന്ന് VS സുനിൽകുമാർ ആരോപിക്കുന്നു. V ഉണ്ണികൃഷ്ണൻ തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകി എന്നാണ് സുനിൽകുമാർ ആരോപിക്കുന്നത്. BJP ന്യായീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും ഇറ്റലിക്കാരെയും ബംഗ്ലാദേശികളെയും അല്ല വോട്ടർ പട്ടികയിൽ ചേർത്തത് എന്നാണ് BJP ന്യായീകരിക്കുന്നത്. 2 വോട്ടുള്ളത് കുറ്റമല്ല എന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പറയുന്നത്. എന്നാൽ ഇതിനിടെ ഉയർത്തിക്കൊണ്ടുവന്ന പല വാദങ്ങളും, അതായത് ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധിക്കാൻ വയനാടിനെയൊക്കെ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങൾ പൊളിയുന്നത് നമ്മൾ കണ്ടു. വയനാട് മണ്ഡലത്തിൽ വോട്ടുകൾ നടന്നു എന്ന BJPയുടെ വാദമാണ് പൊളിഞ്ഞത്. കൽപ്പറ്റയിലെ മറിയവും വള്ളിയമ്മയും താമസിക്കുന്നത് 2 വീടുകളിലാണ് എന്ന് ഇന്ന് നമ്മൾ നേരിട്ട് ന്യൂസ് മലയാളം നേരിട്ട് മനസ്സിലാക്കി. പ്രദേശവാസികളായ നിരവധി പേർക്ക് വർഷങ്ങളായി വീട്ടുപേര് ദേശപ്പേര് തന്നെയാണ്. BJP ആരോപിച്ചത് ഇരുവരും ഒറ്റ വീട്ടിലെ താമസക്കാരാണ് എന്നാണ്. അങ്ങനെ ഒറ്റ വീട്ടിലെ താമസക്കാരെന്ന് കാട്ടി വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നായിരുന്നു ഇന്നലെ BJP ഉന്നയിച്ച ആരോപണം. കോഴിക്കോട് കോർപ്പറേഷനിൽ 25,000-ലേറെ വ്യാജ വോട്ടുകൾ എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. കേരളത്തിൽ ഇതിനെ വ്യത്യസ്തമായാണ് കോൺഗ്രസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. CPM-നെതിരെ കൂടിയുള്ള ആരോപണമായി ഇന്നിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് കോഴിക്കോട് കണ്ടത്. ഒരേ വോട്ടർ ID-യിൽ 1000-ലേറെ ഇരട്ട വോട്ടുകൾ എന്നാണ് ആരോപണം. ഇരട്ട വോട്ടുകളിൽ 90% ചേർത്തത് CPIM ആണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. UDF പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന് LDF നേതാക്കൾ പറയുന്നു. തൃശ്ശൂരിൽ വോട്ട് ചേർക്കലിന് പിന്നാലെ ഇരട്ട തിരിച്ചറിയൽ കാർഡ് വിവാദവും വന്നു. സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും 2 തിരിച്ചറിയൽ കാർഡുണ്ട് എന്നാണ് കണ്ടെത്തൽ. സുഭാഷ് ഗോപിക്ക് WLS 01360777, FVM 1397173 എന്നീ ID നമ്പറുകളിൽ തിരിച്ചറിയൽ കാർഡുണ്ട്. സുഭാഷ് ഗോപിയുടെ ഭാര്യ റാണിക്ക് WLS 01362118, FVM 1397181 എന്നീ ID നമ്പറുകളിൽ തിരിച്ചറിയൽ കാർഡുണ്ട്. ഇരുവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശ്ശൂരിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുവർക്കും കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിലാണ് വോട്ടുള്ളത്. നിയമപരമായി
ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു തിരിച്ചറിയൽ കാർഡേ ഉപയോഗിക്കാനാവൂ. ഇരട്ട കാർഡ് ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. 1 മുതൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും എന്നതുകൂടി ആലോചിക്കണം. മരിച്ചവരെ കണ്ടെത്തി ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്ന് ബീഹാറുമായി ബന്ധപ്പെട്ട് SIR-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെന്ന് കാട്ടി ഒഴിവാക്കിയെന്ന ആക്ഷേപം ഗൗരവത്തോടെ കാണണമെന്ന് പറഞ്ഞു. മരിച്ചെന്ന് കാട്ടി ഒഴിവാക്കിയ 22 ലക്ഷം പേരുടെ പട്ടിക പുറത്തു വിടാത്തത് എന്തുകൊണ്ടാണ് എന്നും ചോദിച്ചു. 22 ലക്ഷം പേരാണ് ബീഹാറിൽ അങ്ങനെ പുറത്താക്കപ്പെട്ടത്. എല്ലാ വിഭാഗത്തിലെയും ആളുകളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെയാണ് മരിച്ചവരെ ഒഴിവാക്കിയത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഒഴിവാക്കിയവരുടെ പട്ടിക 3 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കണമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സനീഷ്, ഇതിപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ നിരവധി ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ, ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലേറ്റവും പരമപ്രധാനമായുള്ളത് BJPക്കെതിരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം തന്നെയാണ്. ആ കാര്യങ്ങളിൽ മെറിറ്റിൽ നിന്നുകൊണ്ടുള്ള മറുപടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൊക്കെ പറയുന്ന പോലെ മെറിറ്റിൽ നിന്ന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണെങ്കിൽ അത് ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു തീരുമാനമാണോ എന്നും സംശയിക്കേണ്ടി വരും. അല്ല, മെറിറ്റിൽ നിന്ന് മറുപടി കൊടുക്കാൻ പറ്റാത്തത് സത്യത്തിൽ പറ്റാഞ്ഞിട്ടാണ്. അവർക്ക് മെറിറ്റിൽ നിന്നുള്ള മറുപടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡയലോഗ് അടിക്കാനെങ്കിലും പറ്റാറുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ആകെ മാറ്റിമറിക്കാവുന്ന മറുപടി കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഇത്തവണ അത് പറ്റിയിട്ടില്ല എന്നതാണ്. ഈ ദിവസവും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലും കേന്ദ്രത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമായിട്ട് ഈ വോട്ട് ചോരി ആരോപണങ്ങൾ വന്നതിന് ശേഷം സംഭവിക്കുന്നുണ്ട്. വരും ദിവസങ്ങളും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഞാൻ പിക്ക് ചെയ്തെടുക്കുക. ഒന്ന്, വോട്ട് അധികാർ യാത്ര പ്രഖ്യാപിച്ചത്. 2, വാരണാസിയിലെ സംഭവങ്ങൾ പരിശോധിക്കാൻ ടാസ്ക് ഫോഴ്സിനെ കോൺഗ്രസ് നിയോഗിച്ചത്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെയും വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആയിട്ട് നിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വോട്ട് അധികാർ യാത്ര എന്നത് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള മൂവാണ്. അത് എങ്ങനെയാണ് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കും. 23 ജില്ലകളിലായുള്ള 50 നിയമസഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയും ഈ മഹാഗഡ്ബന്ധൻ നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളും ഒക്കെ ചേർന്ന് യാത്ര നടത്തുക എന്നതാണ്. അദ്ദേഹം നടത്തിയ യാത്ര നമ്മൾ കണ്ടതാണ്, ഭാരത് ജോഡോ യാത്ര. അത് വലിയ നേട്ടം അദ്ദേഹത്തിന് ഉണ്ടായിക്കൊടുത്തു, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ പക്ഷത്തിനും ഉണ്ടായിക്കൊടുത്തു എന്ന കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കാണേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഹർഷൻ, ഇതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, അതായത് ഈ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷമോ അല്ല ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിപക്ഷമുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തവുമായിരുന്നു. അതായത് നമ്മൾ വാരണാസിയിൽ പ്രധാനമന്ത്രി പിന്നോട്ട് പോകുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. വല്ലാത്ത തോതിൽ ചുരുങ്ങിയ സീറ്റെണ്ണവുമായിട്ട് ഒരു മുന്നണി സർക്കാരായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നതെന്ന് നമുക്ക് കാണാം. അത് പ്രതിപക്ഷത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും കൺസിസ്റ്റൻ്റായുള്ള പ്രവർത്തനത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരല്പം വീക്കർ പൊസിഷനിലേക്ക് BJPയും മറ്റും വന്നത്. സകല സന്നാഹങ്ങളും കൂടെ ഉണ്ടായിട്ട് പോലും എന്ന് നമ്മൾ ഓർക്കണം. ഇതിനകത്ത് വോട്ട് അധികാർ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പക്ഷേ ഇത് ഒരു യാത്ര എന്ന നിലക്കോ വോട്ട് ചോരി എന്നത് വോട്ടർ പട്ടികയിൽ എന്തോ ക്രമക്കേട് നടത്തിയോ എന്ന പ്രാഥമികമായ നിലക്ക് മാത്രം നിൽക്കുന്ന സംഗതിയല്ല. അത് മറിച്ച് 65 ലക്ഷം പേര് ഈ SIR-ലൂടെ ആളുകൾ പുറത്തായിപ്പോയത് സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന് നമുക്കറിയാം. ആ പുറത്തായിപ്പോയ ആളുകൾ ഭയപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ വെൽഫെയർ പദ്ധതികളിൽ നിന്ന് അവർ ഔട്ടായി പോകും. സർക്കാർ ഇവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വെൽഫെയർ പദ്ധതികൾ, ചെറിയ തുകകൾ, ചെറിയ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഇല്ലാതായി പോകുമോ എന്നത്, ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് പോകുമോ എന്നത് എല്ലാവരുടെയും ഭയപ്പാടായിട്ട് അവിടെ മാറിക്കഴിഞ്ഞു. രണ്ടാമത്തേത്, പൗരത്വം തന്നെയും വോട്ടവകാശം ഇല്ലാതാവുന്നതിലൂടെ പോകുമോ എന്ന ഭയപ്പാട് ഈ മനുഷ്യർക്കുള്ളിൽ വന്നു കഴിഞ്ഞു. പൗരത്വ നിഷേധം എന്നത് വലിയ ചർച്ചയായ ഒരു കാലം കടന്നിട്ടാണ് നമ്മൾ വന്നത്. ആളുകളുടെ കളക്റ്റീവായുള്ള ഓർമ്മയിൽ നിന്ന് ഈ പൗരത്വ നിഷേധം എന്ന സംഗതി പോയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് വളരെ പ്രചണ്ഡമായിട്ടുള്ള സമരം നടന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്കറിയാം. അത് കൊണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിലെ മനുഷ്യർ എത്രമാത്രം, സാധാരണ മനുഷ്യർ, കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർ എത്രമാത്രം വലിയ പ്രയാസങ്ങളിൽ ചെന്നപ്പെട്ടു എന്ന് നമുക്കറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ആ പ്രയാസം നേരിട്ട മനുഷ്യർക്കിടയിൽ ഇത് വല്ലാത്ത തോതിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് നിഷേധം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന പ്രാഥമികമായ സംഗതിയുടെ നിഷേധമായിട്ട് മാത്രമല്ല, ഭാവിയിലെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ പൗരത്വ നിഷേധത്തെയും വെൽഫെയർ ആനുകൂല്യ പദ്ധതികളുടെ നിഷേധവുമായിട്ടും നേർക്കുനേർ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും എന്ന ഭയപ്പാടോടെ നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്കാണ് രാഹുൽ ഗാന്ധിയും മറ്റും ഈ പ്രചാരണം മുന്നോട്ട് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് എന്നത് BJPയെ നിശ്ചയമായിട്ടും പേടിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വലിയ ഇളക്കമാണ് ഉണ്ടാക്കുക. ബീഹാർ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റം ദുർബലമായി കഴിഞ്ഞൊരു നിലയാണ്. അതായത് ഈ മണ്ഡൽ കമ്മീഷൻ സംഗതികളെല്ലാം വന്നതിന് ശേഷം ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാറിനെ പോലുള്ള അവിടുത്തെ നേതാക്കൾ ഉയർന്നു വന്നതിന് ശേഷം കോൺഗ്രസിന് വലിയ അടിത്തറയൊന്നും ഇല്ലാത്തൊരിടത്തേക്ക് ആളുകൾ ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങുകയാണ്, ജനങ്ങളെ നേരിട്ട് നിന്ന് തൊടുന്ന ഇത്തരമൊരു പ്രശ്നമായിട്ട്. നമ്മൾ ഈ വോട്ട് ചോരിയെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, വോട്ട് ചോരിയെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരു സംഗതിയായിട്ട് മാത്രം കാണരുത്. അവരവരുടെ ശരീരത്തിൽ
വരുന്ന ഒരു കാര്യമായിട്ട് കാണണം. ഒരു കാര്യം രണ്ടാമത്തേതുള്ളത് ഈ വാരണാസിയിലെ പ്രശ്നമാണ്. വാരണാസിയിലെ പ്രശ്നത്തിൽ ഒരല്പം വിയർക്കും BJP എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. കാരണം അവരത് കൃത്യമായിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഇതുവരെ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങൾ മിണ്ടേണ്ടതില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ പുറത്തനുഭവപ്പെടുകയെങ്കിലും അതല്ല, മിണ്ടാൻ പ്രത്യേകിച്ച് കാരണങ്ങളില്ല അവരുടെ കൈവശം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാരണാസിയിൽ അജയ് റായി, കോൺഗ്രസ് നേതാവ്, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അതിശക്തനായിട്ട് രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും ശക്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 5-8 മിനിറ്റിലേക്കെങ്കിലും പിന്നോട്ട് പോയി എന്ന വസ്തുത നമ്മുടെ മുൻവശമുണ്ട്. അതായത് അജയ് റായി, നരേന്ദ്രമോദി പിന്നിൽ എന്നത് രാജ്യം മുഴുവനുമുള്ള അല്ലെങ്കിൽ ലോകം മുഴുവനും ഇത് കാര്യങ്ങൾ കൊടുക്കുന്ന ടെലിവിഷൻ സ്ക്രീനുകളിൽ തെളിഞ്ഞാണ് നരേന്ദ്രമോദി പിന്നിൽ എന്ന്. അവിടേക്ക് പോയിട്ട് ഈ കണക്കെടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ രാഹുൽ ഗാന്ധി ഇന്ന് വന്നതുപോലെയുള്ള പ്രസൻറ്റേഷനുമായിട്ട് വരികയാണെങ്കിൽ അതേക്കുറിച്ച് പിന്നീട് എന്തും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവർക്ക് BJPക്ക് വേണ്ട ഒരു പ്രതിരോധം ചമയ്ക്കാൻ സാധിക്കുകയില്ല. അവരുടെ സുപ്രീം ലീഡർ, അവരുടെ അതിശക്തനായിട്ടുള്ള നേതാവ് വ്യാജം ചെയ്താണ് അവിടെ ജയിച്ചത്. സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നത് പോലെയല്ല, വ്യാജം ചെയ്താണ് അവിടെ വിജയിച്ചത് എന്ന് പൂർണ്ണ ശക്തിയോടെ അല്ലെങ്കിലും അതൊരു ദുർബലവാദമായിട്ട് തന്നെ വന്നോട്ടെ, പക്ഷേ അതൊരു വല്ലാത്ത തോതിൽ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളെ ആകെ സ്വാധീനിക്കും. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതികൾ: വോട്ട് അധികാർ യാത്ര, വാരണാസിയിലെ ടാസ്ക് ഫോഴ്സിൻ്റെ രൂപീകരണത്തിലൂടെ കോൺഗ്രസ് അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി ഭാവിയുടെ നേതാവാണ് എന്ന തോന്നലുണ്ടാക്കാൻ കൂടെ ഇത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, അത് തന്നെയാണ്. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകൽ മാത്രമല്ല, ഇത് പൗരത്വത്തിൽ നിന്ന് തന്നെയുള്ള പുറത്താകലാണോ എന്നുള്ള ആശങ്ക തന്നെയാണ് സ്വാഭാവികമായും ഈ പുറത്തു പോകുന്നവർക്ക് ഉണ്ടാവുക. അതിനെ സംശയിക്കാനും അതിനെ ചേർത്ത് വയ്ക്കാനും കഴിയുന്ന സംഭവങ്ങൾ അസമിൽ സംഭവിക്കുന്നുണ്ട്. കാരണം അസമിൽ ഇവിടെ ചെയ്യുന്നത് വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും കുറേയേറെ വീടുകൾ നശിച്ചു. വളരെ ദരിദ്രരായ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വീടുകളാണ് ഈ നശിച്ചു പോയിരിക്കുന്നത്. ഈ നശിച്ചു പോയവർക്ക് പിന്നെ അഡ്രസ്സില്ല, കാരണം വീടുകൾ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ വോട്ടും ഇല്ല. വോട്ടർ പട്ടികയിൽ നിന്ന് അങ്ങനെയുള്ള ആളുകളെ കൃത്യമായി പുറത്താക്കുന്ന ഒരു സാഹചര്യം അസമിലുണ്ട്. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംഭവിക്കുന്നത് ആളുകൾ കാണുന്നതും തിരിച്ചറിയുന്നതും ചർച്ച ചെയ്യുന്നുമുണ്ടല്ലോ. സ്വാഭാവികമായും ഇത് സംശയിക്കാം. അതുപോലെ തന്നെ ബീഹാറിൽ നോക്കിയാൽ, ബീഹാറിൽ ഈ 22 ലക്ഷം പെട്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ആദ്യഘട്ടത്തിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായി തന്നെ മുന്നോട്ട് പോയതാണ്. പക്ഷേ മരിച്ചവരെ കൊണ്ടുപോയി അവിടെ യോഗേന്ദ്ര യാദവ് സുപ്രീം കോടതിയിൽ നിർത്തി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി കൃത്യമായി അതിൽ ഇടപെടുക തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം 22 ലക്ഷം പേർ മരിച്ചവരെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട്. അവരാരൊക്കെയാണ്, എന്തുകൊണ്ട് ഒഴിവാക്കി, അവരുടെ പട്ടികയും അതിൻ്റെ ഒഴിവാക്കപ്പെടുന്നതിൻ്റെ കാരണവും കൃത്യമായി പേരുവിവരങ്ങളടക്കം പ്രസിദ്ധീകരിക്കണമെന്ന് ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കുമ്പോഴറിയാം യഥാർത്ഥത്തിൽ അവിടെ എത്ര പേരുണ്ട്, മരിച്ചവർ, അങ്ങനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടവർ എന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ അറിയാൻ കഴിയും. അതുമാത്രമല്ല, ഈ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. ബീഹാറിലെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ കുറെ കൂടി ഇറുകാനാണ് സാധ്യത. ഒന്ന്, ഈ ബീഹാർ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന്, അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആരോപണം ഉയരുന്നത്. FIRമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല, ഈ യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവർ അവിടെ കേസ് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായ വാദങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ മഹാഗഠബന്ധൻ്റെ പിന്തുണയോടെ തന്നെ ഈ ഒരു യാത്ര നടത്താൻ പോകുന്നത്. ഈ വോട്ട് ചോരി എന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് 50 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ യാത്ര സംഘടിപ്പിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒറ്റ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. മെറിറ്റിൽ നിന്നുകൊണ്ടുള്ള ഉത്തരം അത് വേണ്ടതില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ചിലപ്പോൾ കോൺഗ്രസ് ആ മട്ടിൽ തീരുമാനമെടുത്തിട്ടുള്ളതായിരിക്കും. പക്ഷേ മെറിറ്റിൽ ഉത്തരം കിട്ടാത്തിടത്തോളം ഈ യാത്രയുടെ ശക്തി കൂടുതൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ ചോദ്യങ്ങൾ കൂടുതൽ ഉറച്ചതായി അന്തരീക്ഷത്തിലുണ്ടാവും. കാരണം ഇതിന് ഉത്തരമില്ലല്ലോ, ഉത്തരം വരണമല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിരോധം വരണമല്ലോ. സനീഷ്, ഇതിപ്പോൾ ഈ 1,250,000 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആരോപണം, അതിൽ 11,965 വ്യാജ വോട്ടർമാർ, 40,009 അസാധു വിലാസങ്ങൾ, ഈ 10,452 ബൾക്ക് വോട്ടറുകൾ, 4,132 അസാധു വോട്ടുകൾ, ഫോം 6ൻ്റെ ദുരുപയോഗം കൊണ്ടുള്ള 33,692 വോട്ടുകൾ. ഇത് എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇത് ഓരോന്നും എണ്ണി പറഞ്ഞാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ഇതിനെന്താണ് മറുപടി വന്നത്? സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നാടകമാണ് എന്നാണ് BJPയുടെ ആരോപണം. അല്ലാതെ
ഇതിൽ ഓരോന്നിലും ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം നൽകാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എന്താണ് മറുപടി? ഒരു മറുപടിയുമില്ല. കൃത്യമായുള്ള മറുപടി കമ്മീഷൻ കൊടുക്കുന്നില്ല. സത്യവാങ്മൂലം ആവശ്യപ്പെടുക തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതിനെ കുറിച്ച് കമ്മീഷന് ഒരു മറുപടിയുമില്ല. അതിലും സുപ്രീം കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. എന്തിനാണ് നശിപ്പിച്ചത് എന്നുള്ളത് പറയണമല്ലോ. എന്തിനാണ് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയെന്നുള്ളത് പറയണോ? പറയുന്നില്ല. അപ്പോൾ ഈ ദുരൂഹ വോട്ടർ, മഹാരാഷ്ട്രയിലെ ദുരൂഹ വോട്ടർമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു മറുപടിയുമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും അവിടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങളായി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കും കരുത്തു കൂടും. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇതിനെ പ്രതിരോധിക്കാൻ BJP ദേശീയ തലത്തിൽ കണ്ടെത്തിയത് എന്താണ്? വയനാട് മണ്ഡലമാണ്. വയനാട് മണ്ഡലത്തിൽ ഇന്നത്തെ മറിയുമ്മയുടെ ചിരി ഈ BJP ദേശീയ നേതൃത്വം കേട്ടാൽ ചങ്ക് തകരും. ചോദിച്ചപ്പോൾ അവർ ഒറ്റ ചിരിയാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഇതുപോലെ ആ പ്രദേശത്തിന്റെ പേര്, ആ പേരിൽ അറിയപ്പെടുന്ന വീട്ടുപേരുകളിൽ ഒട്ടേറെ അത് അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്ക് വേഗം മനസ്സിലാകുന്നത്. ചാമുണ്ടേശ്വരി കുന്ന് എന്നായിരുന്നു ആ സ്ഥലത്ത്. അത് പറഞ്ഞു ചൗണ്ടേരി കുന്നായി. അപ്പൊ ആ കുന്നിൽ താമസിക്കുന്ന പലർക്കും അത് തന്നെയാണ് അവരുടെ വീട്ടുപേര്. അവർ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് അവിടെ താമസക്കാരായിട്ടുള്ള പലരും. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെയുള്ള ഈ പ്രക്രിയയെക്കുറിച്ചൊക്കെ ബോധമുള്ളവർ അവർ ആ ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി പറയുന്ന ഒരിടത്ത് ഇപ്പുറത്ത് മറിയുമ്പോഴാണെങ്കിലും പരിഹസിച്ച് ചിരിക്കുകയാണ്. മാത്രമല്ല ഇവർ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെടുത്ത് പറഞ്ഞെന്താണ്, എങ്ങനെയാണ് ഒരു ഹിന്ദു മുസ്ലിമും ഈ രണ്ട് പേരുകൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ നിന്ന്? സത്യത്തിൽ കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ എത്രയോ വീടുകളിൽ ഹിന്ദു പേരിലും മുസ്ലിം പേരിലും ആളുകൾ കുടുംബം നടത്തിക്കൊണ്ട് ഒന്ന് വാട്സാപ്പ്, രണ്ട് കേരള സ്റ്റോറി. അതാണ് കേരള സ്റ്റോറി കണ്ടിട്ടുള്ള വാർത്താ സമ്മേളനമായിരുന്നു. അതാണ് പറ്റിയത്. എന്തായാലും ഇത് കൗതുകകരമായി തന്നെ ഇത് പുരോഗമിക്കുകയാണ്. വോട്ട് ചോരി ആരോപണത്തെ ആദ്യം അവഗണിച്ചു, പിന്നെ പരിഹസിച്ചു, ഒടുവിൽ അതേ ആരോപണം തന്നെ പ്രത്യാക്രമണത്തിന് ഉപയോഗിച്ച് പ്രതിരോധിച്ചു. ആ നീക്കവും പാളി. രാഹുൽ ഗാന്ധിയുടെ അപ്രതീക്ഷിത ആക്രമണം എങ്ങനെ ചെറുക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് BJP നേതൃത്വം. വയനാട്ടിൽ ക്രമക്കേട് ആരോപിച്ച BJPയുടെ നീക്കം കേരളത്തിലെ മാധ്യമങ്ങളുടെ വസ്തുതാന്വേഷണത്തിൽ പൊളിയുകയും ചെയ്തു. വാരണാസിയിലെ വോട്ടർ പട്ടിക പരിശോധിക്കാനുള്ള കോൺഗ്രസ് നീക്കമാകട്ടെ അത് ചോദിച്ചു വാങ്ങിയതാണ്. കേരളത്തിൽ തൃശ്ശൂരിൽ ഇരട്ട വോട്ടിന് പിന്നാലെ ഇരട്ട ID ആരോപണവും ഉമിത്തി പോലെ ഇങ്ങനെ നീറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗളൂരു മുതൽ തൃശ്ശൂർ വരെ വെളിപ്പെട്ട വിവരങ്ങളുടെ നേരും പൊരുളും എന്താണെന്ന് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എത്ര പേർ ക്രമക്കേട് നടത്തി, എന്താണ് ഇതിന്റെ വലിപ്പം? ഈ നിലയിൽ ചർച്ചയായി തുടർന്ന വോട്ടർ പട്ടിക തട്ടിപ്പിന്റെ നേർചിത്രം പുറത്തു വരുമെന്ന് RDX ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്.